ഹലോ. അപ്പോൾ ദേ എൻ്റെ ഈ വർഷത്തെ അവസാനത്തെ കോവയ്ക്ക വിളവെടുപ്പാണ്. അവസാനത്തേതെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും 1 കിലോയ്ക്ക് മേളിലുണ്ട് ഈ കോവയ്ക്ക. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഞാനങ്ങ് ഉപ്പിലിടാൻ തീരുമാനിച്ചു. അപ്പോൾ കോവയ്ക്ക ഉപ്പിലിടാൻ തീരുമാനിച്ചപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെയും കൂടെ എല്ലാവർക്കും അറിയാം. വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമില്ല. എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പം എന്താണ് ഈ വർഷത്തെ അവസാനത്തെ കോവയ്ക്ക വിളവെടുപ്പെന്ന് ഉള്ളത് പറയാൻ കാരണം ഇത് കണ്ടോ ഈ നിൽക്കുന്നത്. ഇതൊരു ഒരു ചെറിയൊരു വാളൻപുളി മരമായിരുന്നു. അതിൻ്റെ ചോട്ടിലാണ് ഞാൻ കോവൽ നട്ടു കൊടുത്തത്. പുളിമരത്തിലോട്ട് പടർന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് നട്ടു കൊടുത്തതാണ്. അപ്പം ഇത് നമ്മുടെ വസ്തുവിലല്ല ഈ പുളിമരവും കോവലും നിൽക്കുന്നത്. ഇത് കണ്ട ബാക്കിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ. ഒരു കല്ല് നാട്ടിയേക്കുന്ന കണ്ടോ. ആ കല്ലാണ് എൻ്റെ അതിര്. വീടിൻ്റെ ചുവരിത് ഇതുണ്ട്. കഷ്ടി 1 മീറ്ററിനുള്ളിലാണ് വീട് നിൽക്കുന്നത്. അപ്പം അപ്പുറത്തെ പറമ്പിലാണ് ഈ കോവലും പുളിമരവും നട്ടേക്കുന്നത്. ഞാൻ തന്നെയാണ് ഈ പുളിമരവും കോവലും നട്ടത്. സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ഗ്രോ ബാഗിൽ കുരുവിട്ട് കിളിർപ്പിച്ച പുളിമരമായിരുന്നു. അതിനെ എടുത്ത് ഇങ്ങോട്ട് നട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ കോവൽ വള്ളിയും കൊണ്ട് കിളിർപ്പിച്ച്. കഴിഞ്ഞ വർഷമാണ് കോവൽ വള്ളി നട്ടത്. കഴിഞ്ഞ വർഷം നട്ടത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അതിൽ നിന്ന് ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു 1.25 വർഷമായി കിളിർപ്പിച്ചിട്ട്. വേറെ കോവൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും ഇതൊരു നല്ലൊരു വള്ളിയായിരുന്നു, നല്ലൊരു ഇനമായിരുന്നു. അപ്പം ഞാനിത് ആ പുളിമരത്തിന് താങ്ങാൻ പറ്റാത്ത അത്ര വെയിറ്റിൽ പടർന്ന് പുളിമരം മൊത്തം കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇത് കണ്ട എൻ്റെ വീടിൻ്റെ സൺഷെയ്ഡിൽ പിടിപ്പിച്ചിട്ടുള്ള ഹുക്കിലോട്ട് അവിടെ ആ ഒരു ഹുക്ക്, അത് കഴിഞ്ഞ് ഈ ഒരു ഹുക്ക്, പിന്നെ ഈ ഒരു ഹുക്ക്, അങ്ങനെ 3 ഹുക്കിലോട്ടും കൂടി വല കെട്ടിയിട്ട് പടർത്തി കയറ്റിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലായിടവും അങ്ങ് പാമ്പിൻ്റെ ശല്യം രൂക്ഷമായതുകൊണ്ട് ഇതെൻ്റെ ഇത് കണ്ട എൻ്റെ അടുക്കളയുടെ ജനലാണ് ഈ കാണുന്നത്. അടുക്കളയുടെ ജനലിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുക. കാരണം വെട്ടവും വെളിച്ചവും അടുക്കളയിലോട്ട് കയറത്തില്ല. ആ രീതിക്ക് അങ്ങ് കോവൽ തണ്ട് പടർന്ന് കയറിയായിരുന്നു. അപ്പം എന്തായാലും അതൊന്ന് പ്രൂൺ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ച് പുളിമരവും വെട്ടിക്കളഞ്ഞ് കോവലും വെട്ടിക്കളഞ്ഞ് വലയെല്ലാം പടർന്ന് കയറാൻ കെട്ടിയിരുന്ന വലയും എല്ലാം അഴിച്ച് കളഞ്ഞ്. അപ്പോൾ ഇനി ഈ വർഷം എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് കോവയ്ക്ക കിട്ടത്തില്ലല്ലോ. അതാണ് ഈ വർഷത്തെ അവസാനത്തെ കോവൽ വിളവെടുപ്പെന്ന് പറഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ കോവയ്ക്ക ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ താഴത്തെ ഇതുണ്ടല്ലോ തുമ്പ് കളഞ്ഞ് ഞെട്ടും കുറച്ച് കളഞ്ഞിട്ട് നല്ലോണം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുണ്ട കുറച്ച് വെള്ളം സ്റ്റീമറിൻ്റെ താഴത്ത് തട്ടി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇത് വെച്ച് കൊടുക്കുവാണ്. ഇത് വെച്ച് ആ വെള്ളം തിളച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. ആവി കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോവയ്ക്കയുടെ കളറൊന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. വേഗണ്ട. അപ്പം ആവി കയറാൻ വേണ്ടി നമുക്കിത് അടച്ച് വയ്ക്കാം. തൊട്ടിപ്പുറത്തെ അടുപ്പിനകത്ത് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയാണ്. വെള്ളം തിളയ്ക്കട്ടെ. തിളപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടൊന്ന് ആറണം. കടുത്ത ചൂടോടെ ഉപ്പിലിടണ്ട, ഒന്ന് ചൂട് കുറച്ചിട്ട് ഉപ്പിലിട്ടാൽ മതി. അപ്പോൾ ആ വെള്ളം തിളയ്ക്കട്ടെ. അപ്പം തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആറണം. ഒരുപാട് അങ്ങ് ആറണ്ട, എന്നാലും കടുത്ത ചൂടൊന്ന് കുറയണം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക എന്തായെന്ന് നോക്കാം നമുക്ക്. കോവയ്ക്കയിൽ ആവി വന്നിട്ടുണ്ട്. ആവി പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുണ്ട തുറന്ന് നോക്കാം. കളറ് ചേഞ്ച് ആവില്ല. ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ എടുത്ത് ഇതൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് അടച്ച് വയ്ക്കുവാണ്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വീണ്ടും ഞാനെൻ്റെ കോവയ്ക്ക തുറന്ന് നോക്കുവാണ്. ഉണ്ടോ? അപ്പോൾ ഈ നല്ല കോവയ്ക്കയുടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഉണ്ടോ? ഫ്രഷ് കോവയ്ക്ക ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ആ കളർ കിട്ടുന്നില്ല. ഇത് കണ്ടാൽ അറിയാം. ഫോണിൻ്റെ ക്യാമറയിലോട്ട് അങ്ങ് ആവി
പിടിച്ചിട്ട് വീഡിയോ മങ്ങിപ്പോകുന്നു. ഇത് കണ്ട. അപ്പോൾ ഒരു ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതങ്ങ് ഓഫ് ചെയ്യുവാണേ, വെന്ത് പോകണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കോവയ്ക്കായും ജസ്റ്റ് ഒന്ന് ആറട്ടെ, അപ്പോഴത്തേക്കും വേറെ 2 പരിപാടിയുണ്ട്. അത് ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഞാൻ ഉപ്പിലിടാൻ പോവുകയാണേ. ആവി കയറി കളർ ചേഞ്ചായത് കണ്ട, ചേഞ്ചായ കോവയ്ക്ക വെന്ത് പോകരുതും. അതൊരു 5-6 എണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ട, ഒരു മാങ്ങ ചെനച്ചു പോയി മാങ്ങ, എന്നാലും പുളിയുണ്ട് കേട്ടോ. കോവയ്ക്കായക്കൂട്ട് തന്നെ തൊലി ചെത്തി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുക. കണ്ട, അധികം കനം കുറയ്ക്കാതെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. അതിട്ട് കൊടുക്കാം. ഇതൊരു മാങ്ങ ഫുള്ളും ഇല്ലേ, ഒരു മാങ്ങയുടെ 1/4 ഭാഗമേ എടുത്തിട്ടുള്ളൂ. വലിയ മാങ്ങ ആയിരുന്നു, അതിൻ്റെ 1/4 ഭാഗമേ എടുത്തിട്ടുള്ളൂ. അതിട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള ബുള്ളറ്റ് മുളകാണ്. അതിങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് ഇത് കണ്ട, അറ്റം ഇങ്ങനെ പിളർന്നെടുക്കണം. അതിൻ്റെ തലഭാഗം ഒന്ന് പിളർന്നെടുക്കണം. പിളർന്ന് പോവണ്ട, പിളർന്നെടുത്താൽ മതി. അതും ഇട്ട് കൊടുക്കുവാണേ. അതും ഇട്ട് ഉപ്പ്, എൻ്റെ കൈക്ക് ഒരു കൈപ്പിടി ഉപ്പുണ്ട്, ഒരു കൈപ്പിടിയിലധികം ഉണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കോവയ്ക്കായും കൂടി ഞാൻ കുപ്പിയിലോട്ടാക്കി കൊടുക്കുക. കുപ്പി നിറഞ്ഞ് കേട്ടോ. അപ്പോൾ ഇനി കുപ്പിയിലിടാൻ ബാക്കി ഇടാൻ സ്ഥലമില്ല. ഇട്ടിട്ട് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് വിനാഗിരി വേണമെന്നവർക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അധികം വിനാഗിരി ചേർക്കത്തില്ല, കാരണം മോൾക്ക് അലർജിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് അധികം വിനാഗിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണേ. വിനാഗിരി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പം വിനാഗിരി ആവശ്യമുള്ളവർ ഒഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. പ്രയാസമില്ലാത്തവർ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർ ഒഴിച്ചോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോവയ്ക്ക ഉപ്പിലിടുന്ന പ്രോസസ്സ്. കുപ്പി അടച്ച് വയ്ക്കുക. അപ്പോൾ ഇനിയിപ്പം ഉപയോഗിക്കണ്ട, നാളെ മുതൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. കോവയ്ക്കാൽ അപ്പോഴത്തേനും നല്ല ഉപ്പൊക്കെ പിടിക്കും.